മേടിച്ച് ഞാൻ മേടിച്ച് തന്നില്ലെങ്കിലോ? എന്ത് ഉപ്പിലിട്ട് എന്നിട്ട് വേണ്ടേ? ഉപ്പിലിട്ടേ ഹലോ ഗൈസ്, ഇന്ന് എനിക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വ്ളോഗ് കിട്ടിയതാണ്. ഞാൻ ഇന്ന് സെൻറ്റ് ജോസഫിൽ പാവറട്ടി അവിടുത്തെ ഹോസ്പിറ്റലിൽ വേണ്ടി പോയതാണ്. ഹോസ്പിറ്റലിൽ പോയി തൊട്ടപ്പുറത്ത് അവിടെ പള്ളിയുണ്ട് കേട്ടോ, ക്രിസ്ത്യൻ പള്ളി. അവിടുത്തെ ഒരു പള്ളിപ്പെരുന്നാൾ രാത്രി നടക്കുന്നത്. അപ്പോൾ ഞാൻ ഉച്ചക്കാണ് പോയത്. അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചതാട്ടോ എന്താ പരിപാടി എന്ന്. അപ്പോൾ അവരാ പറഞ്ഞ പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് അവിടുത്തെ കളിപ്പാട്ടങ്ങളൊക്കെ നോക്കിയെന്ന് കേട്ടോ. വെറുതെ ഒരു രസം കളിപ്പാട്ടങ്ങളൊക്കെ നോക്കിക്കാലോ. അങ്ങനെ നിൽക്കുന്ന ഇടയിലാണ് ഇത്തടെ മോൻ പറഞ്ഞത് അവിടെ ഉപ്പിലിട്ട മാങ്ങയിട്ട് നമുക്ക് തിന്നണ്ടാൻ എന്നാന്ന്. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നേ. ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാർക്ക് പൊട്ടുട്ടോ, കുരു പൊട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ കോഴിക്കോട് ഇപ്പോൾ വളയനാട് അമ്പലത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു സ്ട്രീറ്റ് ഫുഡാണ് തിന്നണത്, വൃത്തി ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുള്ള ആൾക്കാരോടും. കമൻ്റ് ആയിട്ടിട്ടില്ല, പക്ഷേ പുറത്തുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരോട് പറയാനുള്ളത് നല്ല ഫുഡ് എവിടെ നിന്നായാലും കഴിക്കാം കേട്ടോ. സ്ട്രീറ്റ് ഫുഡ് ആയാലും അമ്പലത്തിൻ്റെ അവിടുത്തെ ഫുഡായാലും എന്തായാലും എന്താ പ്രശ്നം, നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കിട്ടിയാൽ മതിയില്ലേ. ഇനിയിപ്പോൾ അത് വിട്ടാൽ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായത് ഉപ്പിലിട്ട മാങ്ങ അതേപോലെ തന്നെ പൈനാപ്പിളാണ് കേട്ടോ. പൈനാപ്പിളാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്. അതേപോലെ തന്നെ ഇത്താടെ ഈ ഒരു ഇളയ സന്ധ്യത്തിനെ ഡോക്ടറെ കാണിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവളെ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ വണ്ടിയൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കാം കേട്ടോ. എനിവേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക.